എത്ര കാലമായി ഈ വീട് ഇങ്ങനെ കിടന്നിട്ട്? 30 വർഷം കഴിഞ്ഞു. 30 വർഷമായി. പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് ആദ്യത്തെ കിഴിവ് എത്ര കിട്ടി? ആദ്യത്തെ 30,000 രൂപ കിട്ടി. 30,000 രൂപ കിട്ടി. എന്ത് ചെയ്ത്? തറ കെട്ടിയിട്ട് വേറെ ഒന്നും ചെയ്യാനൊക്കെ? വേറെ ഒന്നും ചെയ്യാൻ കാശില്ല. അവന്റെ ഭാര്യ മക്കളൊക്കെ എവിടെ താമസിക്കുന്നത്? അവരരിക്കുറ്റില്ല. അവരിവിടെ നിന്ന് വീടില്ലാത്തോണ്ടാണ് പോയി. വീടില്ലാത്തോണ്ടാ പോയി. വഴിയില്ല, വീടുമില്ല. അപ്പൊ ഈ വീടിന് വേണ്ടിട്ട് പിന്നീട് എന്തെങ്കിലും സർക്കാരിന് സമീപിച്ചോ? ഇങ്ങനെ പുതിയ സ്കീമിൽ പെടുത്തണമെന്നോ അല്ലെങ്കിൽ അപേക്ഷ കാര്യങ്ങളൊക്കെ വല്ലതും ചെയ്തോ? അത് നമ്മള് പ്രമാണമാക്കിയെങ്കിലേ തരുവുള്ളൂ അവര് പറഞ്ഞു. പ്രമാണം അച്ഛന്റെ പേരിൽ കിടക്കണം. അപ്പൊ ഈ രണ്ട് വസ്തുവും പിന്നെ അച്ഛന്മാരുടെ പേരിലാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വീട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഭൂമിയുടെ രേഖകൾ കൃത്യമായി നിയമപരമായ ശരിയായ വിധത്തിൽ ആക്കിയാൽ മാത്രമേ വീട് ലഭ്യമാകുകയുള്ളൂ, സർക്കാരിന് ഗ്രാന്റ് കിട്ടുകയുള്ളൂ. അതാണ് ഈ വീട് ഇങ്ങനെ ആയിപ്പോയി. ഇപ്പൊ അശോക് ചേട്ടൻ മാത്രം ഈ ഷെഡിനകത്ത് ഇത് എങ്ങനെ കിടക്കുന്നു? ഇതിനകത്ത് ഞാൻ കൊതുതിരിയും മെഴുതിരിയും കത്തിച്ച് കിടക്കും. വൈദ്യുതിയില്ല. വീടാണെങ്കിൽ തെള്ളി പൊളിഞ്ഞ് കിടക്കുന്ന ഈ അവസ്ഥയിൽ ഇതിനകത്ത് ചെറിയൊരു ഷെഡ് പോലെ കെട്ടി അതിനകത്ത് താമസിക്കും. ഇതാണ് അവസ്ഥ. പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന കുത്തിയോട് പഞ്ചായത്തിന്റെ 2ാം വാർഡിന്റെ ഒരു വീടാണ് ഈ കാണുന്നത്. ശരിചാരയോഗ്യമായ വഴിയില്ല, ചെളിയും ചേറും നിറഞ്ഞ് കുണ്ടും കുഴിയായി കിടക്കുന്ന ഈ ഒരു പ്രദേശത്താണ് അശോക് ചേട്ടന്റെ താമസം. ചേട്ടന്റെ വീട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന സാമ്പത്തിക ധനസഹായം മാൻ പവർ എന്ന് പറയുന്ന ഒരു കാർഷിക സംഘടനയുടെ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് വഴിയാണ് ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ചെയ്യണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും.